വീട്ടിലെ കൂട്ടിൽ ഇന്ന് അമ്മയുടെ സ്പെഷ്യൽ ബീഫ് ഒലത്തും കറിയാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ചതച്ച ഇഞ്ചി, ഒനിയൻ, വെളുത്തുള്ളി, തക്കാളി, തേങ്ങാക്കൊത്ത് റെഡിയാക്കി വെക്കുക. അത്യാവശ്യം നല്ലൊരു വലിയ പാത്രം എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ഇട്ട് വഴറ്റി പുറകെ കുറച്ച് ഒനിയനും ഇട്ട് ഉപ്പും കൂടെ ഇട്ട് വഴറ്റുമ്പോൾ അപ്പുറത്തെ അടുപ്പിൽ വേറൊരു പാത്രത്തിൽ സെയിം ടൈമിൽ തന്നെ നമ്മൾ ബീഫ് കറി ഉണ്ടാക്കുവാണ്. നേരത്തേതുപോലെ തന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കുറച്ച് വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും ചതച്ച ഇഞ്ചിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫ് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കറിവേപ്പില, വെളിച്ചെണ്ണ, നാരങ്ങ നീരും ഇട്ട് വെള്ളം ചേർക്കാതെ ഇളക്കി ബീഫ് കുക്കറിൽ വെച്ച് നല്ലപോലെ വേവിച്ച് അതിൽ നിന്ന് ബീഫ് ഒലത്തിന് വെള്ളമില്ലാതെ ബീഫിന്റെ പീസസ് വഴറ്റി വെച്ചതിലോട്ടിട്ട് ബാക്കിയുള്ള ബീഫിന്റെ പീസസും കുക്കറിലുള്ള ചാറും കൂടെ തക്കാളി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതിലോട്ട് കറിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ബീഫ് ഒലത്തിന് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇട്ട് നല്ലപോലെ ഒലത്തിയെടുക്കുക. സെയിം പൊടികൾ കറിയിലും ആഡ് ചെയ്തിട്ട് നല്ലപോലെ തിളയ്ക്കാൻ വെക്കുക. ഞാൻ കാണുന്ന സമയം തൊട്ട് അമ്മ എപ്പോഴും ഒരേ സമയത്ത് ബീഫ് ഒലത്തും ബീഫ് കറിയും സ്റ്റവിൽ അപ്പുറത്തും ഇപ്പുറത്തും പാത്രം വെച്ച് ഇങ്ങനെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന അമ്മയുടെ ബീഫ് കറിയും ബീഫ് ഒലത്തും ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു അടിപൊളി ഐറ്റം ആണ്. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഈ റീൽ സേവ് ആക്കാൻ മറക്കണ്ട. ഇനി ഞാൻ വീട്ടിലെ കൂട്ടായിട്ട് വരുന്നതായിരിക്കും.